വെറും 5-ൽ താഴെ തൈകൾ മാത്രമേ ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. കാരണം അത്രയും സെക്യൂറായ, അത്രയും കൺവിൻസിംഗ് ആയ ഒരു കൾട്ടിവേഷൻ സിസ്റ്റമാണ് ഇന്ന് ഇവിടെ ജസ്പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷനും കൂടി ചേർന്ന് 4 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് 1 വർഷമായി കൃത്യമായി കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്ന ഇതുകൊണ്ടാണ് ഇന്ന് ഈ നിൽക്കുന്ന 5 അടി തൊട്ട് 9 അടി വരെ ഉയരമുള്ള, 8 തൊട്ട് 9 അടി വരെ ഉയരമുള്ള 700-ലധികം പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇവിടെ ചുറ്റും കാണാൻ സാധിക്കും. അതിൽ 10 തൊട്ട് 18 സെന്റിമീറ്റർ വരെ ചുറ്റളവുള്ള മരങ്ങൾ വെറും 1 വർഷം കൊണ്ട് ഗ്രോത്തിലേക്ക് എത്താൻ സാധിക്കും. എന്തിനാണ് ഈ ചുറ്റളവ് പറയുന്നതെന്ന് ചോദിച്ചാൽ, 2011 സാൻഡൽവുഡ് 1982 ഫോറസ്റ്റ് നിയമം ഭേദഗതി ചെയ്തു വന്ന 2011 ഭേദഗതി നിയമത്തിൽ 50 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചന്ദനമരം നിങ്ങളുടെ സ്വകാര്യ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വെട്ടാനുള്ള പെർമിഷന് വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ കൺസർവേറ്റർക്ക് പേപ്പർ കൊടുക്കാനുള്ള നിയമം പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ 30-40 വർഷം എടുത്തേ ചന്ദനം ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നവരോട് ഇന്ന് ഈ പ്ലാന്റേഷൻ സ്വന്തമാക്കിയിട്ടുള്ള രാധാകൃഷ്ണൻ സാറ്, തൃശ്ശൂരുള്ള ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. അദ്ദേഹം പറയും, മക്കളെ ഞാനിത് 10 കൊല്ലത്തിനുള്ള വെട്ടിവിറ്റ് കാശാക്കും. അത് പറയാൻ അദ്ദേഹത്തിന് ധൈര്യം കൊടുത്തതും സപ്പോർട്ട് ചെയ്യുന്നതും ഈ കമ്പനിയും ഇതിൻ്റെ പ്രൊജക്റ്റും ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്ത ഓരോ കർഷകരുമാണ്. അപ്പം ആ കർഷകർക്ക് ലഭിക്കാൻ പോകുന്നത് 10 തൊട്ട് 15 വർഷത്തിന് ശേഷം വെറും 5 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് പ്ലാന്റേഷൻ ചെയ്താൽ പല കൃഷിയിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ വെറും 5 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്ത് അതിൽ നിന്ന് ഇന്ന് വെട്ടിവിറ്റാൽ 20 മരത്തിന് 1.5 കോടി രൂപ കിട്ടുന്നിടത്ത് 15 വർഷം കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് 5 കോടിയാണെന്ന് ഉറപ്പിക്കുന്നതിൻ്റെ കാരണം 15 കൊല്ലം മുമ്പ് 20 മരം കൊടുത്താൽ ഒരു 10 ലക്ഷം രൂപ പോലും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഈ ഗ്രോത്ത് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനുപരിയായി പ്രൈസ് ഗ്രോത്ത് ഉൾപ്പെടെ ഉപരിയായി ഈ മരത്തിൻ്റെ ഗ്രോത്തും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കൾട്ടിവേഷൻ സിസ്റ്റം നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ചന്ദനം വളരാൻ നിങ്ങൾ എവിടെ നട്ടാലും അതിനുള്ള സമയമെടുക്കും. പക്ഷേ സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്റർ ഉയരവും ചെരിഞ്ഞ ഭൂമിയും നല്ല ബ്ലാക്ക് സോയിൽ ബയോഡൈവേഴ്സിറ്റിയുള്ള ഭൂമിയിലും അതിലുപരി അതിനുള്ള കാലാവസ്ഥ, ഒരു നൈറ്റ് സമയത്ത് ഒരു മിസ്റ്റി നേച്ചറും ഡേ സമയത്ത് 30 to 35 ഡിഗ്രി ഹ്യൂമിഡിറ്റി ബേസ് ചെയ്തിട്ടുള്ള അറ്റ്മോസ്ഫിയറും ഡേ നേച്ചറും കിട്ടിക്കഴിഞ്ഞാൽ ഈ ചന്ദനത്തിന് വളരെ വളർച്ചയും ഹാർഡ്വുഡ് ഫോർമേഷനും കൂടുതലാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഹ്യൂമിഡിറ്റിയാണ് ഇന്ന് ഹാർഡ്വുഡ് ഫോർമേഷനിലേക്ക് മാറി ഈ മരത്തെ ഇത്രയും വലുതാക്കിയത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന കൃഷിരീതി എന്ന് പറഞ്ഞാൽ ചന്ദനം സ്വയം വളരുന്ന ഒരു ചെടിയല്ല, ഇതൊരു ഹെമി പാരസൈറ്റ്, അർദ്ധപരാഗ സസ്യം എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. സ്വയമായിട്ട് മണ്ണിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുക്കാനുള്ള കഴിവ് പകുതിയേ ഉള്ളൂ. ബാക്കി കഴിവ് മറ്റൊരു ചെടിയുടെ വേരിൽ നിന്ന് ആ ചെടി അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി വലിച്ചെടുക്കുന്ന വെള്ളവും മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ എന്ത് ചെയ്യും, അത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മോഷ്ടിച്ചാണ് ചന്ദനം വളരുന്നത്. അപ്പോൾ ഞാൻ മലപ്പുറത്ത് ഇത് പറഞ്ഞപ്പോൾ ഒരു ഇക്കാരനോട് ചോദിച്ചിട്ടുണ്ട്, പിന്നെ എങ്ങനെയാ ഓൻ്റെ പണി മോഷണ, പിന്നെ ആള് ഓനെ മോഷ്ടിക്കാതിരിക്കണം എങ്ങനെയാ എന്ന രീതിയിൽ. ഓക്കെ, ജസ്റ്റ് ഫോർ നിങ്ങളുടെ ആ ഒരു ടൈറ്റ് ഫിറ്റ് പോയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ പറഞ്ഞ. ഓക്കെ, അപ്പോൾ അത്രയും ആ വളരുന്ന രീതി ഇവിടെ ഡെവലപ്പ് ചെയ്തത് ടെമ്പററി ഹോസ്റ്റ്, ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്, പെർമനന്റ് ഹോസ്റ്റ് എന്ന 3 ഹോസ്റ്റ് പ്ലാന്റ്, ഈ ചന്ദനത്തിന്റെ കൂടെ നടുന്ന ചെടികളുടെ ഹോസ്റ്റ് പ്ലാന്റ് സിസ്റ്റത്തിലൂടെയാണ്. ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തതല്ല. 18 വർഷങ്ങൾക്ക് മുമ്പ് IWST, സെൻട്രൽ ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടായ IWSTയിലെ സയന്റിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്ത കൾട്ടിവേഷൻ സിസ്റ്റമാണ്. ഈ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് ആന്ധ്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലും അർബൻ ഫാർമേഴ്സ് ഫ്രം ബാംഗ്ലൂർ, ദുരൈസ്വാമി ഫ്രം തമിഴ്നാട് ആൻഡ് ഗ്രീനെക്സ് ഫ്രം ആന്ധ്ര, ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഈ സ്ഥലം, ഈ ഒരു പ്രൊജക്ട് കൾട്ടിവേഷൻ ഏറ്റെടുത്ത് പ്ലാന്റേഷൻ ചെയ്ത് വിജയകരമായിട്ട് ഹാർവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ആ പ്രോഫിറ്റിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ കൾട്ടിവേഷൻ സിസ്റ്റമാണ്. ഇതിൻ്റെ ഒരു ടെമ്പററി ഹോസ്റ്റായിട്ട് നമ്മൾ വെക്കുന്നത് പൊന്നാങ്കണ്ണി ചീരയാണ്. അത് അവിടെ കാണാം, നിങ്ങൾക്കത് എല്ലാ മരത്തിൻ്റെയും കീഴിൽ റെഡ് കളറിൽ കാണാൻ പറ്റും പൊന്നാങ്കണ്ണി ചീര. ഇന്റർമീഡിയറ്റ് ഹോസ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത് തുവരപ്പയർ. ഇപ്പോൾ നിങ്ങളിവിടെ കുഴി എടുത്തിട്ടുണ്ടാവും.
അത് ഓരോ ഹോസ്റ്റ് പ്ലാന്റും ഓരോ കാലഘട്ടത്തിൽ ഓരോ സമയത്തിൽ കൃത്യമായ അകലത്തിൽ കൊടുത്തുകൊണ്ടാണ് ഈ കൾട്ടിവേഷൻ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കുഴി എടുത്തിരിക്കുന്നത് നമ്മുടെ പെർമനന്റ് ഹോസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇത് ചന്ദനം ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയം വരെ ഉണ്ടാകുന്ന 15 വർഷത്തിൽ കൂടുതൽ ഈൽഡ് കിട്ടുന്നതും അതോടൊപ്പം തന്നെ ഇതിന് കൃത്യമായ ഹോസ്റ്റ് സംവിധാനം, ഹോസ്റ്റോറിയം പ്രൊസീജിയർ നടക്കുന്നതാണ്. അത് നമ്മളിപ്പോൾ ഇവിടെ പ്ലാന്റ് ചെയ്യാനായിട്ട് IWST പ്രിഫർ ചെയ്തിരിക്കുന്നത് പോംഗ്രാനൈറ്റ് ആണ്, മാതളമാണ്. അതാണ് നമ്മളിവിടെ നടാൻ പോകുന്നത്. വെറും 1 വർഷം കൊണ്ട് കൾട്ടിവേഷൻ സിസ്റ്റത്തിന്റെ A to Z കംപ്ലീറ്റ് ചെയ്ത് സെക്യൂരിറ്റി വാള്, CCTV ക്യാമറ, ഇത് നെക്സ്റ്റ് സെക്യൂരിറ്റി സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഒരു 20 അടി പൈപ്പ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. 20 അടി ഹൈറ്റിൽ ഇലക്ട്രിക് ഫെൻസിങ് ഉൾപ്പെടെ. ഇപ്പം നമ്മളിവിടെ ഈ എല്ലാ പ്ലാന്റേഷനിലും ഏകദേശം ഒരു 40-50 സെന്റ് സ്ഥലം നമ്മൾ വേർതിരിച്ചിടും. കാരണം ഇപ്പോൾ നേഴ്സറി, അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി ഓഫീസ്, ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ഒരു ടീ അല്ലെങ്കിൽ ഒരു റെസ്റ്റ് പ്ലേസ്, അങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ വന്ന് ഓരോ 5 സെന്റ് മേടിക്കുന്ന വ്യക്തിക്കും ഇത്രയും കോമൺ അമെനിറ്റീസ് ആക്സസ് ഉൾപ്പെടെ ഇന്ന് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന കുറച്ച് മരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും അധികം നിങ്ങളുടെ ആയുസ്സിൽ അധ്വാനിച്ചുണ്ടാക്കാൻ സാധിക്കാത്ത പണം നമുക്ക് വേണ്ടി ഭൂമിയും ചന്ദനവും അധ്വാനിച്ചുണ്ടാക്കി നേടിത്തരും എന്നതാണ് ഈ പ്രൊജക്റ്റ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ താങ്ക് യു. കൂടുതൽ ഡൗട്ട്സ് നമുക്ക് അവിടെ ഫുഡ് കഴിക്കുന്നിടത്ത് വെച്ച് ക്ലിയർ ചെയ്യാം. അതുകൊണ്ട് ഓക്കെ, താങ്ക് യു വെരി മച്ച്.